ഇദ്ദേഹത്തിന് കിട്ടിയ ജോലി വളരെ ഒരു ചെറിയ ജോലി, ശമ്പളം ഇല്ല. ഇങ്ങനെ അന്വേഷിച്ചു എവിടെയാ ഈ കുർബാന കുവൈറ്റ് നടക്കുന്നത്. 20 കിലോമീറ്റർ അവിടെ അപ്പുറത്ത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുണ്ടെന്ന് അറിവ് കിട്ടി. വണ്ടിക്ക് പോകാൻ പൈസ ഇല്ലാത്തോണ്ട് ഈ മനുഷ്യൻ 20 കിലോമീറ്റർ കുവൈറ്റ് നടക്കാൻ തുടങ്ങി. 1 മണിക്കൂർ 50 മിനിറ്റ്. ഇപ്പൊ ചിലർ ചോദിച്ചു, എടാ നീ ഇത്രയും വട്ടം, നിനക്ക് തലയ്ക്ക് എന്തെങ്കിലും സുഖമില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ 20 കിലോമീറ്റർ നടക്കുന്നുണ്ടെങ്കിൽ ഈശോ ശരീരത്തിൽ ഒറ്റ പ്രാവശ്യം മേടിച്ച അടിയുടെ അത്രയും വേദനയൊന്നും ആകുന്നില്ല ഇത്. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, കുവൈറ്റ് ലൈസൻസ് എടുക്കാൻ പറഞ്ഞു. 5 പേരാണ് ഇവരുടെ മുറി കിടക്കുന്ന മുസ്ലിങ്ങളാണ്. ലൈസൻസിന് അപേക്ഷ കൊടുത്തപ്പോ അത് കീറിക്കളഞ്ഞു. ലേബർ വിസയ്ക്ക് വന്നവർക്ക് ലൈസൻസ് ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ 6ാമത്തെ ആളായിട്ട് ഇവൻ ബിബിൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ നിൽക്കുമ്പോ ഇവനും അയാളുടെ വർത്താനം പേടി കേട്ടിട്ട് തിരിച്ചു നിൽക്കുമ്പോ ഷർട്ടെ പിടിച്ച് ആരോ വലിക്കുന്ന പോലെ തോന്നി. പെട്ടെന്ന് ആ സ്ഥലത്ത് ഈശോ നിൽക്കുന്ന ഒരു ദർശനം ഇവൻ കണ്ടു. എന്നിട്ട് ആ ഈശോ ഇവനോട് പറയാണ്, പോയി കൊടുക്കാൻ പറഞ്ഞു. ആ ആപ്ലിക്കേഷൻ കൊടുത്തു. അയാൾ ഒന്നും മറുപടി ചോദിച്ചില്ല. ലേബർ വിസയാണോ എന്ന് ചോദിച്ചില്ല. ലൈസൻസിലുള്ള ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നു. ഇദ്ദേഹം 1 മണിക്കൂർ 50 മിനിറ്റ് നടന്നു പോകുന്നത് അവിടെ ഒരു സമ്പന്നനായ മലയാളി കണ്ടിട്ട് നമ്മുടെ ഇവിടുത്തെ പോലെ ഒരു സ്വിഫ്റ്റ് കാറിന്റെ പേരിലേക്ക് വണ്ടിയാക്കി കൊടുത്തിട്ട്, നീ ഇത് പള്ളി പോകാൻ വേണ്ടി ഉപയോഗിച്ചോളാൻ പറഞ്ഞു കൊടുത്തു. അത്ഭുതത്തോടെ അവിടെ നിന്ന് കരഞ്ഞുപോയി. വിശുദ്ധ കുർബാന എന്ന ഒരു ആയുധം എടുത്ത് ധരിച്ചപ്പോൾ ദൈവം എന്നെ സഹായിക്കാൻ തുടങ്ങി. അദ്ദേഹം ഇന്ന് ഒരു വലിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്.